ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ഹെയർ കട്ടിംഗ് വീഡിയോ ആയാലോ. ഓൾറെഡി ഞാൻ എൻ്റെ ഹെയർ ലെയറായിട്ട് കട്ട് ചെയ്തതായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് ലെങ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് വെക്കും തോറും നമ്മളുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോവും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഹെയർ ഇനി ഷോർട്ട് ആക്കുന്നില്ല. അപ്പോൾ ഇനി ഹെയർ നീളം വെപ്പിക്കാനുള്ള പരിപാടിയിലാണ് എന്തായാലും. അപ്പോൾ താഴെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ട് കൊടുക്കാം, ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സും കൊടുക്കാം. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് താഴെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ സ്വന്തമായിട്ട് മുടി വെട്ടുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നന്നായിട്ട് മുടി ചീകി കൊടുത്തിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ട് ആ ഒരു അറ്റം കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റം കട്ട് ചെയ്തതിന് ശേഷം സിക്സ് ആക്കിലും ഒന്ന് വെട്ടി കൊടുക്കും. അപ്പോൾ അത് നല്ല ഭംഗിയിൽ കിടന്നോളും. എൻ്റെ ഹെയർ നീളം വെക്കുമെങ്കിലും തീരെ ഉള്ളില്ലാത്ത മുടിയായിരിക്കും. നീളം വെക്കും തോറും ഉള്ളിങ്ങനെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ലെയർ കട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. എനിക്ക് ഷോർട്ട് ഹെയർ തന്നെയാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് ലോങ് ഹെയർ കാണുമ്പോൾ മുടി വളർത്തിയാൽ കൊള്ളാമെന്നൊന്നും തോന്നൂല. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഷോർട്ട് ഹെയർ ആയിരുന്നു. അപ്പോൾ ഇനി ലോങ് ഹെയർ ആക്കാന്ന് വെച്ചിട്ട് മുടി വളർത്തുകയാണ്. ഇനി ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ചെറിയൊരു ബാങ്ക്സ് പോലെ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു താഴേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ നല്ല ഭംഗിയിൽ കിടന്നോളൂ. അതവിടെ രണ്ട് സൈഡിലും അങ്ങനെ വെട്ടി കിടക്കുക കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ട്രിം ചെയ്യണേ ഉള്ളൂ. ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഹെയർ കട്ടിങ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട്. ഇനി നമുക്ക് ക്രൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് മുടി ഹെയർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ താഴേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു സ്റ്റെപ്പ് പോലെ ഒരു യു ഷേപ്പ് പോലെ നമ്മുടെ ഹെയർ കിട്ടും. അതിനാണ് അങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഷോർട്ട് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മുടി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതാക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് നല്ല ഭംഗിയിൽ കിടന്നോളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ഹെയർ ഒന്ന് നീളം വെപ്പിക്കാനുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ടോ, എനിക്ക് നല്ല ഭംഗിയിൽ എനിക്ക് എൻ്റെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ തന്നെയാണ് സെൽഫായിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഹെയർ ഒന്ന് അഴിച്ചിടണമെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു ബാങ്ക്സ് ഒക്കെ ഒന്ന് വന്നാൽ നല്ല ഭംഗിയിൽ കിടക്കും. അതുപോലെ തന്നെ നമുക്ക് പോണി ടൈൽ കെട്ടാനാണെങ്കിലും അത് ഇങ്ങനത്തെ ഒരു ഹെയർ, അതായത് യു കെട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അധികം തിക്കല്ലാത്ത ഹെയർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഉള്ളുള്ള പോലെ തോന്നിക്കും. എൻ്റെ ഹെയർ തീരെ ഉള്ളില്ലാത്ത ഹെയറാണ്. അതാണ് കണ്ടോ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്